എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. ഇവിടെ പൊങ്കലിൻ്റെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവർക്കും ഒരു പൊങ്കൽ റെസിപ്പി ആയാലോ, പാൽ പൊങ്കൽ. ഞാൻ ഇതിന് മുമ്പ് ശർക്കര പൊങ്കലും വെൺപൊങ്കലിൻ്റെ എല്ലാം റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പാൽ പൊങ്കൽ. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ റേഷൻ പച്ചരി തന്നെയാണേ. അപ്പോൾ ഇതൊന്ന് 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പം 4 കപ്പ് 1 കപ്പ് അരിക്ക് 4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 കപ്പ് പാലില്ലെങ്കിൽ 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടന്ന് വേവട്ടെ. അത് പെട്ടെന്ന് ആയി വരും. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഇതാ വിസിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കണ്ട റെഡി. നല്ല പാലൊഴിച്ചതുകൊണ്ട് തന്നെ നല്ല വെള്ള നിറത്തിലായിട്ടുണ്ട്. വേണ്ട നല്ല കുറച്ച് തിളച്ച് തൂവിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം അതിന് മുന്നേ ഞാൻ ആദ്യം വെല്ലത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് വെല്ലത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് അറിയാം ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലയെന്ന്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പൊടി കിട്ടുമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ വെല്ലം ഉരുക്കിയിട്ട് ഒരു 3/4 കപ്പ് വെല്ലം ഉരുക്കി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. അത് നിങ്ങളെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. നല്ലോണം ഇളക്കി ചേർക്കണേ. അപ്പോൾ എനിക്കിതിൽ കുറച്ച് വെള്ളം കുറവായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് തിളച്ച പാലും 1/4 കപ്പ് തിളച്ച വെള്ളവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം സ്റ്റൗ കത്തിച്ചുകൊണ്ട് തന്നെ ഇത് അടി പിടിച്ചു പോവുക. അതുകൊണ്ട് കൈവെക്കാണ്ട് ഇളക്കണം. ഈ സമയത്ത് ഒരു 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. മധുരത്തിന് എന്തായാലും ഉപ്പ് നിർബന്ധമാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് കയ്യിലും വന്ന് മുറിഞ്ഞ് വരണം എന്നാണ് കണക്ക്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എത്ര അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നോ അത്രയും നല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊങ്കലിന് 1 സ്പൂൺ പൊങ്കൽ നമ്മൾ വായിലിടുമ്പോൾ 1 അണ്ടിപ്പരിപ്പോ 1 മുന്തിരിയോ നമ്മളെ വായിലിടണം എന്നാണ് കണക്ക്. അപ്പോൾ അതാ അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരി ഒന്ന് വീർത്ത് വരട്ടെ. വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാവും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അതും കൂടി ഒഴിച്ചിട്ട് പിന്നെ ഇനി ഒരു 3-4 ഏലക്കായ് നല്ലോണം പഞ്ചസാരയും കൂടി പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് നെയ്യ് പോരാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ അപ്പോൾ നോക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ അതാ തീരെ കുറവാണ്, കണ്ടില്ലേ. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി, മൊത്തം 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി അതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതാ അങ്ങനെ പൊങ്കൽ റെഡി. കണ്ടില്ലേ, ഏകദേശം തണുത്ത് വരുമ്പോഴേക്ക് പിന്നെയും ഉറച്ചു പോയി. അപ്പോൾ അതാ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി പൊങ്കൽ.